2025 ബേസിക് വീഡിയോ എഡിറ്റിംഗ് പോലും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം ലക്ഷങ്ങളാണ്. ഹായ്, ഞാൻ ജിൻസെ. വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സ്കില്ല് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. കാരണം നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുകയാണെങ്കിലും, നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നതാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിലും എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വീഡിയോ എഡിറ്റിംഗ്. എങ്ങനെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാം വളരെ സിമ്പിളായിട്ട്. ഇൻസ്റ്റഗ്രാമിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇത് സീരീസുകളായിട്ടായിരിക്കും വരിക. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് VN എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ബേസിക് ആപ്പാണ്, ആർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. VNൻ്റെ ഇൻ്റർഫേസ് ഇതുപോലെയാണ് വരിക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ പ്രൊജക്റ്റ് എന്ന് കാണാം. ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഗാലറിയിലുള്ള ഫയലുകൾ, വീഡിയോസാണ് കാണുക. നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഓർഡർ ബൈ ഓർഡർ ആയിട്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പരമാവധി ഓർഡറിലാണ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇനി എഡിറ്റിങ്ങിലോട്ട് നടക്കുക. ഒരുപാടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇവിടെ 3 ടൂളുകൾ കാണാൻ പറ്റും. വീഡിയോയിൽ എന്തെങ്കിലും വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഈ ഒരു ടൂളാണ് യൂസ് ചെയ്യുക. അഥവാ വീഡിയോയിൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടൂളായിരിക്കും യൂസ് ചെയ്യുക. വീഡിയോയിൽ എക്സ്ട്രാ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ഇമേജ് പ്ലേസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടൂളായിരിക്കും യൂസ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയുടെ ലെങ്ത്ത് എങ്ങനെ കൂട്ടാം കുറയ്ക്കാം എന്ന് നോക്കാം. വീഡിയോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ഓപ്ഷൻ വരാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാനൊരു വീഡിയോ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഞാനങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിവിടെ എന്തെങ്കിലും എഫക്റ്റ് പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സൂം ഇൻ എഫക്റ്റൊക്കെ കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ 2ാമത്തെ ക്ലിപ്പും കട്ട് ചെയ്തു. ഇനി 3ാമത്തെ ക്ലിപ്പിൽ എനിക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഞാൻ സെലക്ട് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് വീഡിയോയുടെ സൗണ്ടുകൾ എങ്ങനെ കളയാൻ നോക്കാം. അടിയിലായിട്ട് ഇവിടെ ഒരുപാട് ടൂൾസ് കാണാം. ഇതിനകത്ത് 6ാമത്തെ ടൂളാണ് വോയിസിൻ്റെ ഓപ്ഷൻ. നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് അപ്ലൈ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സൗണ്ട് ഒരുപോലെ കളയാനായിട്ട് സാധിക്കും. എന്നിട്ട് പെർട്ടിക്കുലർ വീഡിയോകൾ മാത്രമായിട്ട് നമുക്ക് സൗണ്ട് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പം ഞാനിവിടെ അപ്ലൈ ഓൾ ആണ് കൊടുത്തത്. ഇനി വീഡിയോയുടെ സ്പീഡ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് വോളിയത്തിൻ്റെ ഇപ്പുറത്തായിട്ടൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഡിലീറ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി, അത് പോകുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ എഡിറ്റിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോ. അടുത്തത് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. താങ്ക് യു. ഫോളോ ചെയ്യാൻ മറക്കണ്ട.